ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പറയുന്നത് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഞാൻ രാവിലെ കുടിക്കലൊരു ഷേക്കാണ്. അതിക്കിതാ പാല്, ഹണി, റോബസ്റ്റിൻ്റെ പഴം ഒക്കെ കേട്ടോ. ഞാൻ രാവിലെ തന്നെ അത് ഷേക്കാക്കിയിട്ട് ഞാൻ കുടിക്കാറാണ് പതിവ്. ഇന്ന് എനിക്ക് കാക്കു പുതിയ ഒരു തേൻ കുപ്പി കൊടുന്നു തന്നു. 2 കുപ്പി ഉണ്ടേന്. അപ്പോൾ എനിക്ക് എന്നും കൊടുന്ന് തരലൊരു ഒരു ചെറിയ ബോട്ടിലാണ്. അതിനൊരു 4 ദിവസമൊക്കെ ഏകദേശം പോവുള്ളൂ. അതുതന്നെ ഞാൻ ഒപ്പിച്ചാൽ നമുക്ക് ഷേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ, എന്നാലും ഞാൻ കുറച്ചേ കുടിച്ചലുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഹണിയാണ് നല്ലത്, വലുത്. പിന്നെ ഇത് കുറേ ദിവസത്തിനുണ്ടാവും, ഒരു മാസത്തിൻ്റെ അടുത്ത് ഈ ഹണി ഉണ്ടാവും. പഞ്ചാര ഇടാറില്ല ഞാനിട്ട് അതിൽ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചായയും കടിയും പൊതുവേ കുടിക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലൊക്കെ പൂതി ആവുകയാണെങ്കിൽ ഞാൻ കുടിച്ചലുള്ളൂ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇതാ ഒരു പഴയൊന്നും ഞാൻ എടുത്തിരുന്നത് ആദ്യം. പിന്നെ മോനും വന്നുങ്ങാണ്ട് പറഞ്ഞു, ഉമ്മച്ചിയെ എനിക്കും വേണം പാല് എന്ന് പറഞ്ഞു. പെട്ടിപ്പാലാണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 പായം എടുത്തു. അങ്ങനെ ഈ ഹണിയാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ എടുത്തത്. മറ്റേ വലിയ കുപ്പി ഞാൻ പൊട്ടിച്ചില്ല, ഇത് ചെറുതായപ്പോൾ ഇതങ്ങനെ എടുത്തു. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇതിൻ്റെതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ ജാർ എടുത്തിട്ടുണ്ട്, മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ഞാൻ ഇടണത് 2 റോബസ്റ്റിൻ്റെ പഴം. റോബസ്റ്റിന് ചെറിയ ചെറിയ കണ്ടാക്കിയിട്ടാണ് ഇടാറ്. ചെറിയ നമ്മൾ ഈ പഴമൊക്കെ വാട്ടുമ്പോൾ നടും ചെറുത് പീസ് ആക്കലുണ്ടല്ലോ, അപ്പോൾ അതിലേറെ കുറച്ചും കൂടി വലുതാക്കിയിട്ടാട്ടോ ഞാൻ മുറിച്ചൽ. പിന്നെ അതാ 1/2 ഗ്ലാസ് പാൽ. ഈ 1/2 ഗ്ലാസ് പാലുകൊണ്ട് തന്നെ നമുക്കൊരു 1.5 ഗ്ലാസ് ജ്യൂസ് കിട്ടും. കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ ഒരു 4 ആൾക്ക് കുടിച്ചാൽ ഉണ്ടാവും. പഴം കൂടുതൽ ഇടുന്നതുകൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ ഇതാ കുറച്ച് ഹണി, ഇപ്പോൾ കണ്ടോളൂ ഞാൻ എത്രയാണ് ഹണി എടുക്കണമെന്ന്. കുറച്ചേ എടുക്കാറുള്ളൂ, തോനെ എടുക്കലില്ല. ഇതാണ് ആകെ പോലെ. നമ്മൾ പഞ്ചാരൊക്കെ ഇടണം, ഷുഗറൊക്കെ ഇടണം, നല്ലോണം ഇടുമല്ലോ. ഇത്രയും ഞാൻ ഇടാറുള്ളൂ. ആ ചെറിയ കുപ്പി 4-5 ദിവസം പോവാന്ന് പറയുമ്പോൾ തന്നെ ഊഹിച്ചാൽ എത്ര തോനെ ഇടണ്ടാവുന്നു. അപ്പം അങ്ങനെ അത് മിക്സിമ വെക്കുകയാണ്. അപ്പോൾ അത് എടുത്തിട്ട് അതിൻ്റെ ജാറ് അവർക്ക് വെക്കുക കേട്ടോ. അത് നല്ല അമർത്താറുണ്ട് കേട്ടോ ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വട്ടം എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടിയിരിക്കണ്. ഒരു ദിവസം ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ട് ആ കടലക്കറി ഞാൻ മിക്സിയിലിട്ടുങ്ങാണ്ട് ഒന്ന് അടിച്ചു. ആ കടലക്കറി കട്ടിയിൽ വരാൻ. അപ്പോൾ അടിച്ചതിന് ഇടയിൽ ചൂട് കടലക്കറി അണ്ട് ഫും പറഞ്ഞാണ്ട് പൊന്തി. അതിൻ്റെ മുഖത്തിൻ്റെ അവിടേക്കും കണ്ണുക്കൊക്കെ ആകെ എരിഞ്ഞ് ആകെ കരച്ചിലായി ഒരു കഥയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ശേഷം ഭയങ്കര പേടിയാണ്. അപ്പോൾ നല്ല അമർത്തിയിട്ടാണ് ഞാൻ മിക്സിൻ്റെ ജാറ് വെക്കൽ. അങ്ങനെ അതാ ഞാൻ ജ്യൂസൊക്കെ അടിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഓൾക്ക് വേറെ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുക്കണ്. ഇത് എൻ്റെത് ഞാൻ ഒരു 8 മണി ആ ടൈമിൽ ഞാൻ കുടിച്ചാലുള്ളൂ കേട്ടോ. രാവിലെ തന്നെ കഴിക്കാറില്ല. ഓലൊക്കെ രാവിലെ മദ്രസക്കും ജോലിക്കൊക്കെ പോണ ആൾക്കാരായതുകൊണ്ട് കാക്കു ജോലിക്കും വലിയ മോന് ഇതും മദ്രസക്കും പോണതുകൊണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത്ര കട്ടിയിലാണ്, നല്ല കട്ടിയിലാട്ടോ ഞാൻ ജ്യൂസ് അടിച്ചറി. ഒറ്റ ഗ്ലാസ് മതി വയറെന്ന് അറിയാം. പിന്നെ ഉച്ചക്കേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ ഇത് എൻ്റെ സിനിമോ വന്ന് മെച്ചിയെ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പാലുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ ഓനക്കും ഉണ്ട്. ഓനവിടെ കളിച്ച് കുത്തിറക്കിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഓനക്ക് കൊടുക്കലുണ്ട്. 2 മക്കൾക്കും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കലുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുടിച്ചുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഓൾക്ക് അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കുടിക്കലില്ല കേട്ടോ. മക്കൾക്ക് കൊടുക്കാതെ കുടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതാ ഓനക്ക് 1/2 ഗ്ലാസ്സേ ഉള്ളൂ. അതിന് കുടിച്ചോന്ന് ഉറപ്പില്ല, കാരണം നല്ല കട്ടിയുണ്ട്. ഓൻ കുറച്ച് അങ്ങനെ അതാ ഓനക്ക് കൊടുത്തു. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഷേക്ക്, നല്ല കട്ടിയിൽ. അപ്പോൾ ഞാനൊരു വായ കുടിച്ച കേട്ടോ. ഇത് അടിപൊളി. മാങ്ങല്ല, മധുരം പാകം കേട്ടോ.